ഞങ്ങളുടെ തലമുറ ജനിക്കുന്നതിന് മുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള സഖാവാണ് വി എസ്. 60കളുടെ തുടക്കത്തിൽ സി പി എം രൂപീകൃതമാകുന്നു. അന്ന് സി പി ഐ ജനറൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് സി പി എം രൂപീകരിക്കുന്നതിന് കാരണക്കാരായവരിൽ അവസാനത്തെ കണ്ണിയാണ് വി എസ്. മലയാളികളുടെ മനസ്സിൽ സി പി ഐ എം ചെലുത്തുന്ന സ്വാധീനം, സി പി എം ഉയർത്തുന്ന രാഷ്ട്രീയ സംസ്കാരം മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചേർന്നിരിക്കുന്നു. അന്ന് നമ്മൾ തെരുവുകളിൽ കാണുന്നത് അതാണ്. വി എസ് എന്ന പ്രതീകം യഥാർത്ഥത്തിൽ ചെമ്പതാക ഉയർത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ പ്രതീകമാണ്. ആ പ്രതീകത്തെയാണ് ജനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. മലയാളികളുടെ ജീവിതത്തിൽ എത്രത്തോളം ആഴത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേരൂന്നി നിൽക്കുന്നത് എന്നാണ്. ഈ വരുന്ന വഴിയിൽ പലയിടത്തും മഴയാണ്. മഴയെ അവഗണിച്ചും ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. സമാനതകളില്ലാത്ത ഒരു ഇന്നത്തെ രാഷ്ട്രീയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടി ജനങ്ങളുടെ പ്രതികരണങ്ങളിലുണ്ട് എന്ന് കാണുന്നു. അവരുടെ ചുരുട്ടിയ മുട്ടികളിലും മുദ്രാവാക്യങ്ങളിലും അപ്പുറം അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് സഖാവ് വി എസ് ഭാഗമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള അവരുടെ ഒരു സ്നേഹവായ്പും പ്രതീക്ഷയുമാണ്. സഖാവ് വി എസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വൈകാരിക നിമിഷം പങ്കുവയ്ക്കാമോ? സഖാവ് വി എസ്, ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ നാട്ടിലാണ് കണ്ടല ലഹളയുടെ 100-ാം വാർഷികം. കണ്ടല ലഹള നടന്നത്. പഞ്ചമി എന്ന പെൺകുട്ടിക്ക് അക്ഷരം പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി മഹാനായ അയ്യങ്കാളി നടത്തിയ പോരാട്ടം, അത് 1913 ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കാൻ. കേരളത്തിലാദ്യമായി കണ്ടല ലഹളയുടെ 100-ാം വാർഷികം ആഘോഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കാട്ടാക്കടയിലെ പാർട്ടി ഏരിയ കമ്മിറ്റി. അന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നത് സഖാവ് വി എസ് ആയിരുന്നു. അന്തരിച്ചുപോയ സഖാവ് ലെനിൻ രാജേന്ദ്രനും സംവിധായകൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അന്ന് സഖാവ് വി എസ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. പാവപ്പെട്ട മക്കൾക്ക് അക്ഷരം പഠിക്കാൻ വേണ്ടി നടത്തിയ മഹാനായ അയ്യങ്കാളി നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ പ്രാധാന്യം, കേരളത്തിലെ വിദ്യാഭ്യാസം, ഒരു തികച്ചും അക്കാദമികമായ ഉള്ളടക്കമുള്ള എന്നാൽ ആവേശഭരിതമായിരുന്നു വി എസിൻ്റെ ആ പ്രസംഗം. അന്ന് ദീപം കൊളുത്തി പ്രതിജ്ഞയെല്ലാം ചൊല്ലിയിട്ടാണ് വി എസ് അവിടെ നിന്ന് വിട്ടുവിട്ടത്. അതോടൊപ്പം മറ്റൊരു അനുഭവം, പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരിക്കെ തന്നെ നെഞ്ചുണർത്തിയ ഇൻകുലാബ് എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അതല്ല സ്വാഗതം ആശംസിച്ചപ്പോൾ പണ്ട് അധസ്ഥ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വഴി നടക്കാൻ അവകാശമില്ലായിരുന്ന ഒരു കാലത്തെക്കുറിച്ച് വി എസ് പണ്ടെങ്ങാനോ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു. അന്ന് അരയിൽ കെട്ടിയിരുന്ന അരഞ്ഞാണം പോലത്തെ ഒരു ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ഈ വഴി നടക്കാൻ അനുവദിക്കാത്ത ആളുകളെ ആട്ടിയോടിച്ചിട്ട് മുന്നോട്ട് പോയ ഒരു ചരിത്രം ഞാനതിൽ പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ട് ഞാൻ വി എസിനെ നോക്കുമ്പോൾ വി എസിൻ്റെ മുഖം ഒരു ഓർമ്മകളിങ്ങനെ ഇരമ്പുകയാണോ അതോ പറഞ്ഞ എന്നോടുള്ള വാത്സല്യമാണോ എന്നറിയാൻ പറ്റാത്ത ഒരു അനുഭവം. മറ്റൊന്ന്, ചേർത്തലയിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരിക്കുന്ന കാലത്ത് ഇന്ന് പ്രമോദ് നാരായണൻ MLA ആണ് ജനറൽ സെക്രട്ടറി. ചേർത്തലയിലാണ് യുവജനോത്സവം. ആ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടകനായി എത്തിയത് വി എസ് ആയിരുന്നു. അന്ന് അവിടുത്തെ ജനങ്ങളാകെ ഇളകി മറിഞ്ഞ വി എസിനെ കാണാൻ അന്ന് ONV കുറുപ്പ് സാറും ഉണ്ടായിരുന്നു ആ വേദിയിൽ. അപ്പം അങ്ങനെ ചില അനുഭവങ്ങൾ, ഓർമ്മകൾ. പിന്നീട് ഇപ്പോൾ MLA ആയതിനു ശേഷം ജലസമൃദ്ധി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടനത്തിന് വി എസ് വന്നിരുന്നു. അങ്ങനെ പ്രകടമാക്കാത്ത വി എസിനെ സംബന്ധിച്ചിടത്തോളം ഒരാളിനോടുള്ള സ്നേഹവും വാത്സല്യവും അങ്ങനെ പ്രകടമാക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊക്കെ ഒരു തരം അന്തർമുഖത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരിചയപ്പെടലോ ആഴമേറിയ അടുത്ത ബന്ധമോ ഉണ്ട് എന്ന് പറയാനാവില്ലെങ്കിലും
ക്ഷണിച്ചപ്പോഴെല്ലാം പരിപാടികളിൽ പങ്കെടുക്കുകയും വാത്സല്യത്തോടെ ആവേശത്തോടെ ആ പരിപാടികളിൽ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട്. ആ ഓർമ്മകളുടെ ഒരു കൊളാഷ് മനസ്സിലിങ്ങനെ തെളിയുന്നുണ്ട്. നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ പോലെ നമ്മളിലൂടെ എല്ലാം സഖാവ് ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും എന്നുള്ളത്. ഓരോ VS അല്ല, ഏതൊരു കമ്മ്യൂണിസ്റ്റ് കടന്നു പോകുമ്പോഴും അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ പകർത്തേണ്ടതായിട്ടുണ്ട്. അവരുടെ ജീവിതത്തെ ഒരു പാഠപുസ്തകമാക്കി എടുക്കേണ്ടതുണ്ട്. അവർ നടത്തിയ സംഘടനാ പ്രവർത്തനം തുടർന്ന് 64-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്ന കാലം, അതിനുശേഷം പിന്നെ ആക്രമണങ്ങൾ നേരിടുന്ന കാലം, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കാലം, അടിയന്തരാവസ്ഥ കാലം, ആ കാലത്തെല്ലാം ത്യാഗനിർഭരമായ പോരാട്ടത്തിൻ്റെ ഉൽപ്പന്നമാണ് VS ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അപ്പോൾ ആ പോരാട്ടങ്ങളെക്കുറിച്ച് ഓർക്കാൻ, ആ ഓർമ്മയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാൻ, ആ ഊർജ്ജവുമായി പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറെടുക്കലാണ് നമ്മുടെ എല്ലാം ചുമതല, ഉത്തരവാദിത്തമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ നാട്ടിൽ ഒത്തുചേരുന്ന ജനങ്ങൾ. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ കാലത്തെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്ദേശമാണ്, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്.